സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 സാധാരണ പ്രേക്ഷകർക്കുള്ള രണ്ടാം അവസരവും കഴിയുകയാണ്. ജൂൺ 24 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതെന്തായാലും അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സീസണിലേക്ക് വരാൻ സാധ്യതയുള്ള ആർട്ടിസ്റ്റ്, ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കോൺട്രാവേഴ്സി താരങ്ങൾ, സ്പോർട്സ് ആൻഡ് അതർ മേഖലയിൽ നിന്നും ഉള്ളവരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ചെറിയൊരു മൈലാഞ്ചിയിട്ട് വൈറലായ RJ അഞ്ജലിയാണ്. കഴിഞ്ഞ സീസണിന്റെ സമയത്താണ് ഈ ഒരു കോൺട്രാവേഴ്സിയിൽ സോഷ്യൽ മീഡിയ എയറിലേക്ക് അഞ്ജലി എത്തിയത്. റേഡിയോ ജോക്കിയും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെയായ അഞ്ജലി സീസൺ 8 വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തത് കണ്ടന്റ് ക്രിയേറ്ററും വ്ളോഗറുമായിട്ടുള്ള കടൽ മച്ചാൻ എന്ന യൂട്യൂബറുടെ അമ്മയായ സന്ധ്യയാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ കോമഡി കുക്ക് എന്ന പ്രോഗ്രാമിൽ നിലവിൽ കണ്ടസ്റ്റന്റ് കൂടിയാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നും ഒരു കോൾ എത്തിയേക്കാം. നെക്സ്റ്റ്, മുൻ സീസണുകളിലൊക്കെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിരുന്ന ഒരു യങ് ആക്ടറാണ്. മറ്റാരുമല്ല, ദൃശ്യം ഫെയിം റോഷൻ ബഷീറാണ്. ഈ ഒരു സീസണിലും റോഷന്റെ ബിഗ് ബോസ് എൻട്രിക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അടുത്തത് ആങ്കറും മോഡലുമൊക്കെയായ ലക്ഷ്മി നക്ഷത്രയാണ്. സ്റ്റാർ മാജിക് ഫെയിം കൂടിയായ ലക്ഷ്മി നക്ഷത്രയ്ക്ക് മുൻ സീസണുകളിലൊക്കെ ബിഗ് ബോസിന്റെ കോൾ എത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ സാധ്യത കുറവാണെങ്കിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇരിക്കട്ടെ. നെക്സ്റ്റ്, മലയാളി പാരമ്പര്യമുള്ള എന്നാൽ നിലവിൽ ചെന്നൈയിൽ സെറ്റിൽഡ് ആയ സിംഗറും ടെലിവിഷൻ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ശിവാംഗി കൃഷ്ണകുമാറാണ്. റീസെന്റ് ആയിട്ട് അത്യാവശ്യം മലയാളം ഓൺലൈൻ മീഡിയയിലൊക്കെ ശിവാംഗിയുടെ ഇന്റർവ്യൂ നല്ല രീതിയിൽ എത്തിയിരുന്നു. എന്തായാലും നോക്കാം. അടുത്തത്, കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷം വരെയും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ചൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ദീപക് മോഹനാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസരം കിട്ടുമോ എന്ന് നോക്കാം. നെക്സ്റ്റ്, മറ്റാരുമല്ല, ഈ അടുത്ത് ഓട്ടോയിൽ കയറി റീച്ച് ഉണ്ടാക്കാൻ നോക്കിയ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഫസ്മീന സക്കീറാണ്. നിലവിൽ സോഷ്യൽ മീഡിയ ലോകത്ത് എയറിലാണെങ്കിലും മറ്റൊരു കണ്ടന്റ് ക്രിയേറ്ററായ തൊപ്പിയുമായിട്ടുള്ള ഇഷ്യൂ എല്ലാം കൂടി ചേർത്ത് മൊത്തം ഒരു കോൺട്രാവേഴ്സി ഹൈപ്പിൽ നിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയേക്കാം. അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാകാം. എനിവേസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ്, കണ്ടന്റ് ക്രിയേറ്ററും റീൽ ക്രിയേറ്ററും മോഡലൊക്കെ ആയിട്ടുള്ള തുമ്പി എന്നറിയപ്പെടുന്ന ഷിപ്നയാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയ ഹൈപ്പിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ തുമ്പിയുടെ പേരും കിടക്കട്ടെ, സാധ്യതകൾ വളരെ കുറവാണെങ്കിലും. അടുത്തത്, യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ശരത് ടോക്കിലെ ശരത് ജോയിയാണ്. മുൻ സീസണുകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്ന പേര് കൂടിയാണ്. സോ നമുക്ക് നോക്കാം. അടുത്തൊരു മ്യൂസീഷ്യനാണ്. കഴിഞ്ഞ സീസണിലും അക്ബർ ഖാന്റെയും ഈ വ്യക്തിയുടെയും പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. വേറെ ആരുമല്ല, സിംഗർ ആയിട്ടുള്ള ഇഷാൻ ദേവാണ്. ബിഗ് ബോസ് സീസൺ 8 ഒരു ഗായകൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ഒരു ഓണ്ടർപ്രണർ ഫാഷൻ മേഖലയിൽ നിന്നും അബിൽ ദേവ്. ബിഗ് ബോസിൽ ഒരു ഓണ്ടർപ്രണർ കാറ്റഗറിയിൽ അബിൽ ദേവിന് ചാൻസ് കാണുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തതൊരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള അമയ പ്രസാദ് ആണ്. LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ സിനി സീരിയൽ രംഗത്ത് നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. കഴിഞ്ഞ 2 സീസണുകളിലും അമയ പ്രസാദിന്റെ പേര് കേൾക്കുന്നുണ്ട്. സോ ഈ ഒരു സീസണിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത്, മോഡൽ, ആക്ടർ, ഫിറ്റ്നസ് മേഖലയിൽ നിന്നും വ്യാസന്റെ പേരാണ് കേൾക്കുന്നത്. കഴിഞ്ഞ സീസണിലും വ്യാസൻ ബിഗ് ബോസിൽ കാണുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നതാണ്. സോ നമുക്ക് നോക്കാം ഒരു യങ് ആക്ടർ മോഡൽ എത്തുമോ എന്ന്. അടുത്തത് പറയാൻ പോകുന്നത്, എല്ലാ സീസണിലും LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആരെങ്കിലുമൊക്കെ കാണും. അതുപോലെ അവർക്കെതിരായി നിൽക്കുന്നവരും കാണും. അങ്ങനെയൊരു മെൻ ആക്ടിവിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ, കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ടുള്ള അജു ജേക്കബ് ആണ്. കഴിഞ്ഞ സീസണിലും ആളുടെ പേര് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. നെക്സ്റ്റ്, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള മുബീനയുടെ പേരാണ് കേൾക്കുന്നത്. ഫിറ്റ്നസ് മേഖലയിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള മുബീനയ്ക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു സ്പോർട്സ് ഫിറ്റ്നസ് കാറ്റഗറിയിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ ഈ 15 പേരുകളിൽ നിങ്ങൾക്ക് ആര് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരണമെന്നാണ് ആഗ്രഹം? അല്ലെങ്കിൽ ആരൊക്കെ വന്നാൽ നന്നാകുമെന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.